2 ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി കൊല ചെയ്ത CPM നേതാക്കന്മാർക്കുള്ള ശിക്ഷയാണ് ഇപ്പം ബഹുമാനപ്പെട്ട കോടതി വിധിച്ചിരിക്കുന്നത്. അതിൽ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം എന്നതാണ് പുറത്തു വരുന്നത്. അതിൽ ഇരട്ട ജീവപര്യന്തം എത്ര വർഷമാണ് എന്ന് പറഞ്ഞിട്ടില്ല. 14 വർഷമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിലപ്പുറത്തേക്ക് കടുത്ത ശിക്ഷയുണ്ടോ എന്നുള്ളതും കൂടി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും കുടുംബം ഇപ്പം ഈ ഒരു ശിക്ഷ തൃപ്തികരമല്ല എന്നുള്ളതാണ് കുടുംബം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കുടുംബം അതുമായി ബന്ധപ്പെട്ട് അപ്പീൽ കോടതിയിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ CPMൻ്റെ സമുന്നതരായ നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ മുൻ MLAയും CPMൻ്റെ നേതാവുമായിരുന്ന പ്രധാനപ്പെട്ട ഒരാൾ KV കുഞ്ഞിരാമൻ, അദ്ദേഹത്തിന് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ചെറുതല്ല. 5 വർഷം കുറഞ്ഞുപോയി എന്ന അഭിപ്രായമുണ്ട്, മറ്റ് ശിക്ഷ കുറവാണ് എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എത്ര കാലം എന്നുള്ളതിലേക്ക് അപ്പുറത്തേക്ക് കോടതി ശിക്ഷിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതൊരു മുൻ MLA ആണ്, CPMൻ്റെ സമുന്നതനായ നേതാവാണ്. ആ നേതാവും ഈ ഒരു കൊലപാതകത്തിന് ആസൂത്രണം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ കൊലയാളികളെ രക്ഷപ്പെടുത്താൻ, കൊലയാളികൾക്ക് സംരക്ഷണമൊരുക്കാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുകയും ഈ കൊലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നുള്ളത് ആണ് ഇതിനകത്തെ ഒരു പ്രധാന കാര്യം. CPMൻ്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ കൊലപാതകങ്ങൾക്ക് പങ്കാളികളാകുന്നു എന്ന് പൊതുസമൂഹത്തിലേക്ക് ബോധ്യപ്പെടുത്തുന്ന വിധികളാണ് വരുന്നത്. ഇതിൽ എത്ര കാലമായി, ഇപ്പം ഞങ്ങളുടെ കേസിലായാലും മറ്റ് കേസുകളിലുമൊക്കെ CPMൻ്റെ നേതാക്കന്മാർ ശിക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണുന്നു. പക്ഷേ പിന്നിട്ടും ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളിടത്താണ്. 2012 ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് നടന്നത്. അതിൻ്റെ വിധി വന്നത് 2014. അന്നും CPM നേതാക്കന്മാർക്ക് ശിക്ഷ ഉണ്ടായിരുന്നു. അതിനുശേഷം 2019 ഈ 2 ചെറുപ്പക്കാരുടെ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ CPM ഇത് അവസാനിപ്പിച്ചിട്ടില്ല. ഇതാണ് ഇതിനകത്ത് ഏറ്റവും കാതലായ കാര്യം. ഈ കൊലവാൾ താഴെ വയ്ക്കാൻ എന്നാണ് ഈ പാർട്ടി തയ്യാറാവുക? ഇത്രയും നേതാക്കന്മാർക്ക് ശിക്ഷ കിട്ടിയിട്ടും അതിനെ ഇനി ഞങ്ങൾ ആ തരത്തിൽ നീങ്ങുന്നില്ല എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട പാർട്ടി, ഒരു ഇടതുപക്ഷ പാർട്ടി തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു വിഷയം ഇപ്പോഴും ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശിക്ഷ പ്രഖ്യാപിച്ചപ്പോഴും CPM നേതാക്കന്മാർ ന്യായീകരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത്. അവരല്ല കുറ്റം, ഞങ്ങളിത് ചെയ്തിട്ടില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെയായിരിക്കും പറയുന്നത് എന്ന് നമുക്കറിയാം. ഞങ്ങൾ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടില്ല. കാലാകാലം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വാചകം അത് മാത്രമായിരിക്കും. ഗൂഢാലോചന കൂടി ഇതിനകത്ത് തെളിയിക്കപ്പെടുന്നു. പിന്നെ പ്രതികളെ, തെളിവുകളെ നശിപ്പിക്കാൻ ചെയ്ത പ്രവർത്തനങ്ങൾ തെളിയിക്കപ്പെടുന്നു. ഇതൊക്കെ ഈ കേസിൻ്റെ ഭാഗമായി തെളിയിക്കപ്പെടുന്നു. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടത്, ഈ കേസ് CBI ഏറ്റെടുക്കുന്നതിനെതിരെ അതിശക്തമായി നീങ്ങിയ ഒരു പാർട്ടിയാണ് CPM. 1.25 കോടി രൂപയോളം ഇപ്പോൾ കേരളത്തിലെ പൊതുഖജനാവിൽ നിന്ന് മുടക്കിയാണ് ഇത് CBI വരരുത് എന്നുള്ളതിൽ അതിശക്തമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിലൊക്കെ വ്യക്തമായിരുന്നു CPM നേതാക്കന്മാരാണ് ഇതിനകത്ത് ഭൂരിഭാഗവുമുള്ളത്, അവരാണിത് ചെയ്തത് എന്ന് വളരെ വ്യക്തമായിരുന്നു. ഇപ്പം നിയമപരമായിട്ട് തന്നെ അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും കോടതി, കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലുകളിലേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഇനിയെങ്കിലും ഈ കൊലവാൾ താഴെ വെക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകട്ടെ. മതിയായില്ലേ ഈ അമ്മ പെങ്ങന്മാരുടെ, രക്ഷിതാക്കളുടെ ഒരു കണ്ണുനീര് കണ്ടിട്ട്? ഇപ്പോഴും കാണുന്നില്ലേ ആ കണ്ണീര്? എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാണ്? രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ പേരിൽ, പൊതുപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ. അതിലാണല്ലോ എത്ര കാലം ജീവിക്കേണ്ട 2 ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരെയാണ് ഇല്ലാതാക്കിയത് എന്നുള്ളത് ഒരു മനസാക്ഷി. ഇവർക്ക് എന്ത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം? അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. ഇവർക്ക് എന്ത് മനസാക്ഷിയുണ്ട്? ഇവർക്ക് എന്ത് മനസ്സുണ്ട്? ഈ 2 ചെറുപ്പക്കാരെ കൊല ചെയ്യാൻ ഗൂഢാലോചന നടത്തുന്നു, അതിന് ആളുകളെ പറഞ്ഞയച്ചിരിക്കുന്നു. വടകൊലയാളിയല്ല, CPM നേതാക്കന്മാർ നേരിട്ട് കൃത്യം നടത്തുന്നു. ഇത് എന്ത് രാഷ്ട്രീയമാണ്? എപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചു കാണുക? വിധിയെ അട്ടിമറിക്കാനുള്ള നീക്കമൊക്കെ നടക്കുമെന്നുള്ളത് നമുക്കറിയാം. ഒന്ന് ഭരണം അപ്പുറത്താണ്, അതുകൊണ്ടാണല്ലോ അവർ ഇതിനെതിരെ അതിശക്തമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇനി കോടതി ശിക്ഷിച്ചു, അത് ശിക്ഷ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നമുക്കറിയാം, ശിക്ഷിച്ച ആളുകളൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. അവരൊക്കെ ഇപ്പോഴും ഏത് സമയവും പുറത്തായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ കിടക്കുകയാണ്. നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച് കാലാവധി പറഞ്ഞ കേസിലെ പ്രതികളെ പോലും ഒരു മാനദണ്ഡവും
തർക്കമില്ലാതെ പുറത്തിറക്കിയ ഒരു സർക്കാരാണ്. ആ സർക്കാർ ഈ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്.